അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് അയ്യുഹൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇത്തരം ചോദ്യങ്ങളായിരിക്കും ഇൻഷാ അല്ലാഹ് റമദാൻ അവസാനിക്കുന്നതോടുകൂടി നിങ്ങളിലേക്ക് വരുന്നതും അതിൻ്റെ ഉത്തരങ്ങൾ ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ഇൻഷാ അല്ലാഹ് ആ ഒരു പരീക്ഷയിൽ നിങ്ങൾ പങ്കെടുത്ത് വിജയികളാകാൻ സാധിക്കണം. മാത്രമല്ല, അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചുള്ള ഒരു അറിവ് നിങ്ങൾക്ക് ഇതിലൂടെ ഉണ്ടാവുകയും ചെയ്യണം. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ ഇത്തരം ക്ലാസ്സുകൾ കേൾക്കുന്നതിലൂടെ മതത്തെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഒന്നാമത്തെ ചോദ്യം, എന്തൊക്കെയാണ് ദീനിൻ്റെ തലങ്ങൾ എന്നുള്ളതാണ്. അഥവാ ഒരു മുസ്ലിം അവൻ ഇസ്ലാം എന്നൊരു തലം ഉൾക്കൊള്ളുന്നതോടുകൂടി പ്രധാനമായിട്ടും അവനിലുണ്ടാകേണ്ട മറ്റു തലങ്ങളാണ് ഈമാനും ഇഹ്സാനും. പാരത്രിക വിജയം ആഗ്രഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങളായിരിക്കണം, ഈമാനുള്ളവരായിരിക്കണം. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരും അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളിലും വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ. അത്തരത്തിലുള്ള മുഅ്മിനീങ്ങളാണ് നിസ്കരിക്കേണ്ടത്, നോമ്പെടുക്കേണ്ടത്, സകാത്ത് കൊടുക്കേണ്ടത്, ഹജ്ജ് ചെയ്യേണ്ടത്, മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യേണ്ടത്. ആ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അവൻ ഇഹ്സാനോടുകൂടി ജീവിക്കണം. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ താൻ കാണുന്നില്ല എങ്കിലും അള്ളാഹു തന്നെ കാണുന്നുണ്ട് എന്ന ബോധത്തോടുകൂടി ജീവിക്കുവാൻ സാധിക്കണം. അപ്പോൾ പ്രധാനമായിട്ടും 3 തലങ്ങളാണ്. ഒന്ന് ഈമാൻ, ഇസ്ലാം, ഇഹ്സാൻ. ഈ 3 തലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു മുഅ്മിനിന്, ഒരു മുസ്ലിമിന്, ഒരു മുഹ്സിനിന് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു നമ്മളെയെല്ലാം അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എന്തൊക്കെയാണ് നമ്മുടെ മേൽ പഠിക്കൽ നിർബന്ധമായിട്ടുള്ള 4 വിഷയങ്ങൾ? നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ, നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യേണ്ട 4 കാര്യങ്ങൾ സൂറത്ത് അസ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലൽ ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. മനുഷ്യരെല്ലാം തീരാൻ നഷ്ടത്തിലാണ്, ഭൂരിഭാഗം ആളുകളും നരകത്തിലേക്കുള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ ഒഴികെ. ആരാണവർ? ഒന്ന്, വിശ്വസിച്ചവരാണ്, അഥവാ അറിവ് നേടിയവർ, അറിവുള്ള ആളുകൾ, മതത്തെക്കുറിച്ച് പഠിച്ച ആളുകൾ. അതുപോലെ തന്നെ ആ അറിവ് നേടിയിട്ട് ആ അറിവനുസരിച്ച് പ്രവർത്തിച്ച ആളുകൾ. തൻ്റെ ജീവിതത്തിൽ മതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കൊണ്ടുവന്നിട്ട് ആ പ്രവർത്തിച്ച കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ദഅവത്ത് നടത്തിയവർ, അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുടെ മേൽ ക്ഷമിക്കുന്നവർ. ഈ 4 കാര്യങ്ങൾ ഒരാളിലുണ്ടോ അവനാണ് വിജയമുള്ളത്, അവനാണ് നരകമോചനമുള്ളത്. ബാക്കി ഭൂരിഭാഗം ആളുകളും നരകത്തിലേക്കുള്ളവരാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്ത് അസ്റിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മേൽ പഠിക്കൽ നിർബന്ധമായിട്ടുള്ള 4 വിഷയങ്ങൾ: അറിവ് നേടുക, ഇൽമ് നേടുക, അമല് ചെയ്യുക, ദഅവത്ത് നടത്തുക, സബർ. ഇതാണ് 4 കാര്യങ്ങൾ. മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അറിവ് നേടുമ്പോൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട 3 അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞല്ലോ 3 കാര്യങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞു, 4 കാര്യങ്ങൾ പഠിക്കണം. അതിൽ പ്രധാനപ്പെട്ടതാണ് അറിവ്. അറിവ് നേടുമ്പോൾ അടിസ്ഥാനപരമായിട്ട് നേടേണ്ട അറിവുകൾ എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ റബ്ബിനെ കുറിച്ചുള്ള അറിവാണ്, അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവ്. 2, നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള അറിവാണ്. 3, നമ്മുടെ ദീനുൽ ഇസ്ലാമിനെ കുറിച്ചുള്ള അറിവാണ്. ഈ അറിവില്ലാതെ വേറെ ഏത് അറിവ് നേടിയിട്ടും കാര്യമില്ല. നമ്മൾ ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഡോക്ടറേറ്റിനും എഞ്ചിനീയറിനും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്, ഭൗതിക വിദ്യാഭ്യാസങ്ങളൊക്കെ ഒരുപാട് നേടാറുണ്ട്. പക്ഷേ അതെല്ലാം നമുക്ക് നന്മയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് നമ്മൾ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട അറിവുകൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവും നബിയെക്കുറിച്ചുള്ള അറിവും നമ്മുടെ ദീനിനെക്കുറിച്ചുള്ള അറിവുമാണ്. നമ്മൾ നാളെ മരണപ്പെട്ടാൽ നമ്മൾ കബറിൽ ഇറക്കി വെച്ച്, നമ്മുടെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ച് എല്ലാവരും 3 പിടി മണ്ണ് വാരിയിട്ട് തിരിച്ചു പോന്നാൽ അവിടെ ചോദ്യം ചോദിക്കപ്പെടും, നിൻ്റെ റബ്ബാരാണ്, മൻ റബ്ബുക് മാ ദീനുക്. അതുപോലെ തന്നെ നിന്നിലേക്ക് അയക്കപ്പെട്ട ദൂതനാരാണ് എന്ന് ചോദിക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം, അത് അടിസ്ഥാനമാണ്. 4ാമത്തെ ചോദ്യം, നിൻ്റെ റബ്ബാരാണ്? റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖലഖഹു സുമ്മ ഹദാ. നമ്മുടെ റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഈ ലോകത്തിൻ്റെ റബ്ബ്
അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അഞ്ചാമത്തെ ചോദ്യം, നിൻ്റെ നബി ആരാണ്? നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആറാമത്തെ ചോദ്യം, നിൻ്റെ ദീന് ഏതാണ്? നമ്മുടെ ദീനുൽ ഇസ്ലാം. ഏഴാമത്തെ ചോദ്യം, നിന്നെ സൃഷ്ടിച്ചത് ആരാണ്? നമ്മുടെ റബ്ബ് ആരാണെന്ന് ചോദിച്ചതുപോലെ ഉള്ളൊരു ചോദ്യം തന്നെയാണ്, നമ്മളെ സൃഷ്ടിച്ചത് ആരാണ്? നമ്മളെ സൃഷ്ടിച്ചതും ഈ ലോകത്തുള്ള എല്ലാത്തിനും സൃഷ്ടിച്ചതും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. എട്ടാമത്തെ ചോദ്യം, എന്തിനാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത്? അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം എന്താണ്? അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യം വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയുവഹിദൂൻ. അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുവാൻ, ആ ഇബാദത്തുകളിൽ അള്ളാഹുവിനെ മാത്രം ഏകനാക്കുവാൻ, അള്ളാഹിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നമ്മളെ സൃഷ്ടിച്ചുവെങ്കിൽ, ഒമ്പതാമത്തെ ചോദ്യം, എന്താണ് ഇബാദത്ത്? ഇബാദത്ത് എന്നാൽ എന്താണ്? അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിൻ്റെ തൃപ്തിയും എല്ലാം ഇഷ്ടവും പൊരുത്തവും ഒക്കെ കരസ്ഥമാക്കാൻ വേണ്ടി ബാഹ്യമായും ആന്തരികമായും, അഥവാ നമ്മുടെ കൽബ് കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ കൈകാലുകൾ കൊണ്ടും നാവ് കൊണ്ടും ഒക്കെ നാം ചെയ്യുന്ന എല്ലാ വാക്കുകളും പ്രവർത്തികളും ഒക്കെ ഉൾക്കൊള്ളുന്ന നാമമാണ്. എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ വാക്കുകളെയും ഉൾക്കൊള്ളുന്ന നാമം, അതിനെയാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. തവക്കുൽ അത് പിന്നെ ഇബാദത്താണ്. അതുപോലെ തന്നെ ദിക്ർ, അതുപോലെ തന്നെ ദുആ, അതൊക്കെ നാവ് കൊണ്ടുണ്ടാകുന്ന ഇബാദത്താണ്. അത് ഇബാദത്താണ്. നിസ്കാരം, നോമ്പ്, ഇതൊക്കെ ഇബാദത്തുകളാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും ഒക്കെ കിട്ടാൻ ആന്തരികമായും അതുപോലെ തന്നെ ബാഹ്യമായും നാം പറയുന്ന വാക്കുകളും പ്രവർത്തികളെയും എല്ലാം വിളിക്കുന്ന നാമമാണെന്ത്? ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. പത്താമത്തെ ചോദ്യം, ഇസ്ലാം എന്നാൽ എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിച്ചുകൊണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ആരാധനയുടെ വിഷയത്തിൽ അള്ളാഹുവിനെ മാത്രം ഏകനാക്കിക്കൊണ്ട്, പിന്നെ തൗഹീദ് കൊണ്ട്, അള്ളാഹുവിന് തൗഹീദ് കൊണ്ട് സമർപ്പിച്ച് അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് ഉറക്കെ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ അനുസരിച്ച് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുക, ഷിർക്കില്ലാതെ ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എന്തൊക്കെ വിരോധിച്ചുവോ അതെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച്, ഹറാമുകളെയെല്ലാം പൂർണ്ണമായി ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച്, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തെല്ലാം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവന്ന് കീഴൊതുങ്ങി ജീവിക്കുക, ഷിർക്കുകളിൽ നിന്ന് മാറി നിൽക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം കൊടുക്കേണ്ട ഇബാദത്തുകൾ അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കലാണ് ഷിർക്ക്. അത്തരം ഷിർക്കുകളിൽ നിന്നും ബഹുദൈവ വിശ്വാസങ്ങളിൽ നിന്നും എല്ലാം മാറി നിന്നുകൊണ്ട് ജീവിക്കുന്നതാണ് ഇസ്ലാം. അങ്ങനെ ജീവിക്കുന്നവനെയാണ് മുസ്ലിം. അപ്പോൾ ഒരു മുസ്ലിം അള്ളാഹുവിനെ അനുസരിക്കുന്നവനായിരിക്കും. ഒരു മുസ്ലിം അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കുന്നവനായിരിക്കും. ഒരു മുസ്ലിം ഒരിക്കലും ഷിർക്ക് ചെയ്യുകയില്ല. ഒരു മുസ്ലിം അവൻ തൗഹീദുള്ളവനായിരിക്കും. അതുപോലെ തന്നെ 11ാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൻ്റെ റുക്കുനുകൾ, ഇസ്ലാമിൻ്റെ സ്തംഭങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. 5 സ്തംഭങ്ങളാണ് ഇസ്ലാമിനുള്ളത്. ഒന്ന്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ആരാധനക്കർഹനെന്ന് സാക്ഷ്യപ്പെടുത്തലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ ദൂതനാണ് എന്ന് സാക്ഷ്യപ്പെടുത്തലുമാണ് 1ാമത്തെ സ്തംഭം. ഇത് സാക്ഷ്യപ്പെടുത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ നമസ്കരിക്കണം. 3, അവൻ സക്കാത്ത് കൊടുക്കണം. 4, അവൻ റമദാൻ മാസത്തിൽ നോമ്പെടുക്കണം. 5, അവന് ഇതൊക്കെ ഉണ്ട്, നിസ്കാരം, നോമ്പും സക്കാത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ, അവൻ ആരോഗ്യവും അവന് സമ്പത്തുമുണ്ടെങ്കിൽ അവൻ ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജ് ചെയ്തിരിക്കണം. ഇതാണ് ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങൾ. 12ാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഇസ്ലാം ദീനിന് പുറമെ അള്ളാഹു സ്വീകരിക്കുന്ന വേറെ വല്ല ദീനും ഉണ്ടോ എന്നുള്ളതാണ്. ഒരിക്കലും ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, ഇസ്ലാം മുസ്ലിമായി ജീവിക്കുന്ന ഒരാൾ, അവൻ്റെ വിശ്വാസവും അവൻ്റെ ആദർശവും അവൻ്റെ നിലപാടുകൾ മാത്രമേ പരലോകത്ത് അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതം അത് ദീനുൽ ഇസ്ലാമാണ്. ദീനുൽ ഇസ്ലാം അല്ലാത്ത ഏതെങ്കിലും ഒരു മതം ആരെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു കുട്ടി, 13ാമത്തെ ക്വസ്റ്റ്യനാണ്, ഒരു കുട്ടി ഭൂമി ലോകത്ത് പിറന്നു വീഴുന്നത് ഏതൊരു മതത്തിലായിക്കൊണ്ടാണ്? അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇസ്ലാം മതത്തിലാണ്, ഇസ്ലാം മില്ലത്തിലാണ് അവൻ പിറന്നു വീഴുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ ശുദ്ധനാണ്. പിന്നീട് അവനെ ഹിന്ദുവാക്കുന്നതും ക്രിസ്ത്യാനിയാക്കുന്നതും ജൂതനാക്കുന്നതും ബുദ്ധനാക്കുന്നതുമെല്ലാം അവൻ്റെ മാതാപിതാക്കളായതുകൊണ്ട് ശുദ്ധപ്രകൃതിയിൽ പിറന്നു വീഴുന്ന ഒരു കുട്ടി ഇസ്ലാം മതത്തിലാണവൻ പിറന്നു വീഴുന്നത് എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. 14ാമത്തെ ചോദ്യം, കുഫറിൻ്റെ മില്ലത്തുകളിൽ നിന്നും 4 പരാമർശിക്കുക എന്നുള്ളതാണ്. ഏതൊക്കെയാണ്? അപ്പോൾ ഇസ്ലാം മില്ലത്തുണ്ട്. അപ്പോൾ ഇസ്ലാം മില്ലത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലുള്ള വിശ്വാസമാണ്. അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന വിശ്വാസമാണ്. അതുപോലെ തന്നെ അള്ളാഹു മാത്രമാണ് ഇലാഹു എന്ന വിശ്വാസമാണ്.
ഇതുപോലെ കുഫറിൻ്റെ മില്ലത്തുകളൊക്കെ ഉണ്ട്. ഇതിന് നേരെ ഘടകവിരുദ്ധം ബഹുദൈവ വിശ്വാസം അല്ലേ, അത് ഏതൊക്കെയാണ്? ഒന്ന് അൽ യഹൂദിയ, അൻ നസറാനിയ, അസ്വാബിയ, അൽ മജൂസിയ. ഇതാണ് 4 കുഫറിൻ്റെ മില്ലത്തുകൾ. ഇത്തരം മില്ലത്തുകളിലല്ല നമ്മൾ ഉൾപ്പെടേണ്ടത്. ബഹുദൈവ വിശ്വാസിയാകുന്ന ഒരാൾ ഇത്തരത്തിലുള്ള കുഫറിൻ്റെ മില്ലത്തുകളിൽ പെടുകയാണ്. അവൻ യഹൂദിയായിരിക്കാം, അവൻ നസറാനിയായിരിക്കാം, അവൻ സ്വാബിയായിരിക്കാം, അതുപോലെ തന്നെ അവൻ മജൂസിയായിരിക്കാം. ഇതെല്ലാം കുഫറിൻ്റെ മില്ലത്തുകളാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, യഹൂദികളും നസ്രാക്കളും മുസ്ലിങ്ങളെ തൊട്ട് തൃപ്തിപ്പെടുന്നവരാണോ? ഒരിക്കലുമല്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ 120ാമത്തെ ആയത്തിൽ പഠിപ്പിച്ചത് വലൻ തർളാ അൻകൽ യഹൂദു വലൻ നസാറാ ഹത്താ തത്തബിഅ മില്ലതഹും ഖുൽ ഇന്ന ഹുദല്ലാഹി ഹുവൽ ഹുദാ. യഹൂദർക്കോ നസ്രാക്കൾക്കോ ഒരിക്കലും നിന്നെപ്പറ്റി എന്ത് ചെയ്യില്ല, ഒരു നല്ല അഭിപ്രായം ഉണ്ടാവില്ല, അവർ തൃപ്തിപ്പെടൂല എന്നാണ്. നീ അവരുടെ മില്ലത്ത് പിൻപറ്റുന്നത് വരെ, നീ അവരുടെ മില്ലത്ത്, യഹൂദിയുടെയും നസ്രാനിയുടെയും മില്ലത്ത് നീ പിൻപറ്റുന്നത് വരെ മുഹമ്മദേ, ഒരിക്കലും നിന്നെക്കുറിച്ചൊരു നല്ല അഭിപ്രായം, ഒരു തൃപ്തി അവർക്ക് ഉണ്ടാവില്ല. അപ്പോൾ നീ അവരോട് പറയേണ്ടതെന്നറിയോ? യഥാർത്ഥ മാർഗ്ഗദർശനം അത് അള്ളാഹുവിൻ്റെ മാർഗ്ഗദർശനമാണെന്ന് നീ അവരോട് പറയണം. അപ്പോൾ ഒരിക്കലും യഹൂദിയും നസ്രാക്കളും ഒരിക്കലും മുസ്ലിങ്ങളെ തൊട്ടെന്തെയില്ല, തൃപ്തിപ്പെടുകയില്ല എന്ന് 15ാമതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. 16ാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ചോദ്യമാണ്, സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവർ ആരാണ്? സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവർ കാഫിറുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളും ജീവിതത്തിൽ അനുഭവിച്ചിട്ട് ആസ്വദിച്ചിട്ട് ഈ ലോകത്തിന് സൃഷ്ടാവൊന്നുമില്ല, ഈ ലോകത്തിൻ്റെ ജീവിതത്തിന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന ആ കാഫർ, അവനാണ് സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ടവൻ. അവൻ്റെ ജീവിതത്തിലാണ്, ദൈവിക വിശ്വാസമില്ലാത്തവൻ്റെ ജീവിതത്തിലാണ് മോശപ്പെട്ട പ്രവർത്തനങ്ങളും വന്നു ഭവിക്കുക. അതുകൊണ്ട് സൃഷ്ടികളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശപ്പെട്ടവൻ കാഫറും, ജീവിതത്തിലെ സൃഷ്ടികളുടെ കൂട്ടത്തിലെ ഏറ്റവും ഉത്തമരായ ആളുകൾ മുഅ്മിനീങ്ങളുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 17ാമത്തെ ചോദ്യം, ഒരു കാഫർ നല്ലൊരു ജീവിതം നയിക്കുന്നവനാണോ? ഒരിക്കലും ഒരു കാഫറിന് നല്ല ജീവിതം നയിക്കാൻ കഴിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അവന് സൃഷ്ടാവിലുള്ള വിശ്വാസമില്ല, അവന് പരലോകത്തിലുള്ള വിശ്വാസമില്ല. അതുകൊണ്ട് അവനെന്തും കാണാം, അവനെന്തും ചെയ്യാം, അവനെന്തും കേൾക്കാം, അവനെന്തും പറയാം, എന്തും പ്രവർത്തിക്കാം. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം അവന് തോന്നിയതെന്തോ അതാണ് അവന് ഇഷ്ടമുള്ള ജീവിതം. അത് അപ്പോൾ നന്മ എന്താണെന്ന് നോക്കാതെ, തിന്മ എന്താണെന്ന് നോക്കാതെ, നല്ലതോ മോശമോ നോക്കാതെ അവന് തോന്നിയതുപോലെ ജീവിക്കും. അതുകൊണ്ട് ഒരു കാഫിർ ഒരിക്കലും ഒരു നല്ല ജീവിതം നയിക്കാൻ സാധിക്കുകയില്ല. 18ാമത്തെ ചോദ്യം, ആരാണ് അഹ്ലു കിതാബ്? അഹ്ലു കിതാബിൻ്റെ ആളുകൾ ആരാണ്? അഹ്ലു കിതാബിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അൽ യഹൂദ അൻ നസാറ. അവർ മൂസാ നബിയുടെയും അതുപോലെ തന്നെ ഈസാ നബിയുടെയൊക്കെ അനുയായികളാണ്. അൽ യഹൂദ വൻ നസാറ, അവരാണ് അഹ്ലു കിതാബിൻ്റെ ആളുകൾ. അപ്പോൾ അഹ്ലു കിതാബിൻ്റെ ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ യഹൂദികളും നസറാക്കളെന്ന് പറയണം. 19ാമത്തെ ക്വസ്റ്റ്യൻ, ദീനുൽ ഇസ്ലാം പൂർണ്ണമാണോ അതോ ദീനുൽ ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ആവശ്യമുണ്ടോ? ഒരിക്കലും ദീനുൽ ഇസ്ലാമിൻ്റെ പൂർത്തീകരണത്തിൻ്റെ ആവശ്യമില്ല. ദീനുൽ ഇസ്ലാം പൂർത്തിയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാം മദീന എന്ന പരിശുദ്ധ ഖുർആൻ്റെ ആയത്ത് ഇസ്ലാം മതത്തിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചതാണ്. എല്ലാം പൂർത്തിയാണ്. എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നാം പൂർത്തിയാക്കി തന്നില്ലയോ? അതേ നബിയെ എന്ന് സഹാബത്ത് മറുപടി പറയുമ്പോൾ, ബലാ യാ റസൂലല്ലാഹ് എന്ന് മറുപടി പറയുമ്പോൾ, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുവേ ഞാൻ ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും അവർക്ക് പൂർത്തിയാക്കി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നതിന് അവർ പറഞ്ഞത് നീ സാക്ഷിയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നരകത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്ന എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായി ദീനുൽ ഇസ്ലാം ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അത് പൂർത്തീകരിക്കപ്പെട്ട മതമാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു മുസ്ലിം എവിടെ നിന്നാണ് അവൻ്റെ ദീൻ അവലംബിക്കേണ്ടത്? അവൻ്റെ ദീൻ അവൻ അവലംബിക്കേണ്ടത് കാലകീലകളിൽ നിന്നല്ല. ആരോ പറഞ്ഞു, മറ്റാൾ പറഞ്ഞു, ആൾ പറഞ്ഞു, ഇയാൾ പറഞ്ഞു, അതിൽ അങ്ങനെയല്ല നമ്മൾ ദീൻ സ്വീകരിക്കേണ്ടത്. ഖുർആനിൽ എന്താണോ ഉള്ളത്, ഹദീസിൽ എന്താണോ ഉള്ളത്, സുന്നത്തിൽ എന്താണോ ഉള്ളത്, അതാണ് നമ്മുടെ ദീൻ. അതിലില്ലാത്ത ഒന്നും ദീനല്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഴിയിലൂടെ വന്ന ദീനുൽ ഇസ്ലാം, സഹാബത്ത് സ്വീകരിച്ച ദീനുൽ ഇസ്ലാം, ഇവർക്ക് ആർക്കും പരിചയമില്ലാത്തത് ഒരിക്കലും ദീനാവുകയില്ല. അതുകൊണ്ട് നാം അവലംബിക്കേണ്ടത് ഖുർആനിനെയും സുന്നത്തിനെയുമാണ്. എന്താണ് നമ്മുടെ അഖീദ? നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മുടെ അഖീദ എന്താണെന്നൊരാൾ ചോദിച്ചാൽ നമ്മൾ പറയണം, ഞാനൊരു സുന്നിയാണ്, ഞാനൊരു സലഫിയാണ്. എന്താണ് സുന്നി എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിൻപറ്റുക, അതാണ് സുന്നത്ത്, അതവരാണ് സുന്നി. അങ്ങനെ പിൻപറ്റുന്നവരാണ് സുന്നി. ആ മുഹമ്മദ് റസൂലുള്ളാഹിയെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായി പിൻപറ്റിയ സ്വഹാബത്ത് അല്ലേ, ആ സ്വഹാബത്തിൻ്റെ പാതിയെ പിൻപറ്റുന്നവനാണ് സലഫി. അതുകൊണ്ട് നിൻ്റെ അഖീദ ഏതാണെന്ന് ചോദിച്ചാൽ ധൈര്യമായിട്ട് പറയണം, ഞാൻ സുന്നിയാണ്, ഞാൻ സലഫിയാണ് എന്ന് നമ്മൾ
ഉറക്കെ പറയാൻ, ധൈര്യസമേതം പറയാൻ നമ്മളതിൽ തൻ്റെ ഇടം കാണിക്കണം എന്നുള്ളതാണ്. എന്താണ് ജാഹിലിയത്ത്? അള്ളാഹു നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇസ്ലാം മതത്തെ അവലംബിക്കേണ്ടത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നാണെന്ന് പറഞ്ഞു. ആ ഖുർആനിലും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലും ഇല്ലാത്ത, അതിനോട് വിയോജിച്ച സർവ്വകാര്യങ്ങളും, അതിനെതിരാകുന്ന എല്ലാ കാര്യങ്ങളും അത് മുഴുവൻ ജാഹിലിയത്താകുന്നു. ഇപ്പോൾ ബദരീങ്ങളുടെ ആണ്ട് നടക്കുന്ന സാഹചര്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ബദറിൻ്റെ മണ്ണിലൂടെ നടന്നു പോകുമ്പോൾ നമുക്കറിയാം, ആ ബദർ യുദ്ധം നടന്ന സ്ഥലങ്ങളിലൂടെ നമുക്ക് പോകുമ്പോൾ ഒരു വെളിച്ചം പോലും ഒരു രാത്രിയിൽ നമുക്ക് അവിടെ കാണാൻ കഴിയില്ല. അവരെന്തിനാണ് ബദറിൽ യുദ്ധം ചെയ്ത് മരണപ്പെട്ടത്? അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാമിന് വേണ്ടിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ വഹദാനിയത്തിന് വേണ്ടിയാണ്, അള്ളാഹ് മാത്രമെന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. അത് വിശ്വസിച്ചതിൻ്റെ പേരിൽ പീഡനങ്ങളും പ്രയാസങ്ങളും മർദ്ദനങ്ങളും ഏൽക്കേണ്ടി വന്ന് നാട് വിട്ടുപോയി. പിന്നീട് അത് ഒരു ബദർ യുദ്ധത്തിലേക്ക് എത്തിയ സാഹചര്യം, ചരിത്രം നീണ്ടതാണ്, ഞാനിപ്പോൾ അത് വിശദീകരിക്കുന്നില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, അതൊന്നും ആ ഒരു ബദർ യുദ്ധത്തിൻ്റെ ബദരീങ്ങളുടെ പേരും പറഞ്ഞിട്ട് ആണ്ടാഘോഷിക്കാം അല്ലേ? അതൊന്നും ദീനുൽ ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും ബദരീങ്ങളെ ആണ്ടാഘോഷിച്ചിട്ടുണ്ടോ? ആ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത സ്വഹാബത്ത്, പിൽക്കാലത്തുണ്ടായ സ്വഹാബത്ത്, ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ഒരു ആചാരം അനുഷ്ഠിച്ചതായിട്ട് നമുക്ക് കാണാം? അപ്പോൾ ഇല്ല. ഖുർആനിലും സുന്നത്തിലില്ലാത്ത, അതിനോട് വിയോജിപ്പ് കാണിക്കുന്ന കാര്യങ്ങളെല്ലാം ജാഹിലിയത്താണ്, അതൊന്നും ഇസ്ലാമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ 23ാമത്തെ ചോദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഹ്സാൻ എന്നാൽ എന്താണ് എന്നുള്ളതാണ്. എന്താണ് ഇഹ്സാൻ? അതിന് കൃത്യമായ നിർവചനം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അത് അള്ളാഹുവിനെ നാം കാണുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നാം കാണുന്നില്ല എങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കലാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. ഒരു മുഹ്സിൻ അങ്ങനെയായിരിക്കും, താൻ തൻ്റെ റബ്ബിനെ കാണുന്നില്ല എങ്കിലും റബ്ബ് തന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുക. അങ്ങനെ ജീവിക്കലാണ് ഇഹ്സാൻ. അങ്ങനെ ജീവിക്കുന്നവരാണ് ഒരു മുഹ്സിൻ. ഇത്തരം ചോദ്യങ്ങളായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ 23 ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത്. ഇൻഷാ അല്ലാഹ് ഇതുപോലെ ബാക്കിയുള്ള ദിവസങ്ങളിൽ നമുക്ക് പഠിക്കണം, മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. ഇതിലൂടെ ദീൻ പഠിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.